സർ, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പൊതുവെ തകരാറിലാണ്, താഴേക്ക് വീഴുന്നു എന്ന ഒരു ആരോപണം ശക്തമാവുകയാണ്. പക്ഷേ അവിടെ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പല വിദഗ്ധരും അതാണ് ചൂണ്ടിക്കാണിക്കുന്നതും ഇന്ത്യ അത് അംഗീകരിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ വസ്തുത ഇന്ത്യ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണോ? വരുന്ന റിപ്പോർട്ടുകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അത്തരത്തിൽ ഇപ്പം ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനം പല മേഖലയിലും ചർച്ചയാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യം സാമ്പത്തികമായിട്ടായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ, അത് വിമാനത്തിന്റെ കാര്യത്തിലായാലും കൊള്ളാം, പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിലായാലും കൊള്ളാം, മിസൈലുകളുടെ കാര്യത്തിലായാലും കൊള്ളാം, മറ്റ് ഏറ്റവും കൂടുതൽ ആധുനികമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ കയ്യിലില്ലാത്ത യുദ്ധക്കോപ്പുകൾ ഉള്ള ഒന്നാമത്തെ രാജ്യം തന്നെയാണ് അമേരിക്ക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ, അമേരിക്കയുടെ മിസൈലുകൾ, ഇവയ്ക്കൊക്കെ ഈ പറയുന്നത് പോലെ പഴയതുപോലെ മാർക്കറ്റ് ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ ആ വിമാനങ്ങൾ കുഴപ്പത്തിലാണോ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച വരുന്നത് പ്രധാനപ്പെട്ട യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വിമാനങ്ങളായതുകൊണ്ടാണ്. യുദ്ധത്തിന് ഉപയോഗിക്കാത്ത ഇപ്പൊ ചൈനയുടെ കൂട്ടുള്ള യുദ്ധക്കോപ്പുകൾ, ഒരുപക്ഷെ ചൈനയുടെ യുദ്ധക്കോപ്പുകൾ കൊള്ളത്തില്ല എന്ന് വന്നതും, അല്ലെങ്കിൽ അവൻ ഏറ്റവും മുന്തിയ മിസൈലാണെന്ന് പറയുന്ന PL-15 ഒക്കെ കൊള്ളത്തില്ല എന്ന് വന്നതും നമ്മൾ വേണ്ടി യുദ്ധം ചെയ്തപ്പോഴാണ്. അപ്പൊ അമേരിക്കയ്ക്ക് ഇത് തന്നെ സംഭവിച്ചു. അപ്പൊ F-35 വിമാനത്തിന്റെ കാര്യം അറിയാലോ, പലവട്ടം ചർച്ച ചെയ്തുകൊണ്ടാണ് പറയുന്നില്ല. ഈ ആഴ്ച അവന്മാര് ഒരു മാസം കൊണ്ട് പണിഞ്ഞ് ഈ ആഴ്ച കയറി പോകും, അല്ലെങ്കിൽ ഇന്ന് നാളെ കയറി പോകും എന്ന് പറയുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. F-16 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മുന്തിയ ഒരു വിമാനമുണ്ട്. നേരത്തെ ഒരു വെളിയിൽ കൊണ്ടുവന്നാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിലാണ്, അല്ലെങ്കിൽ ആ യുദ്ധവിമാനവും F-35 ഒക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ അക്രമത്തിന്. അപ്പം ഏറ്റവും അവസാനം ഇപ്പൊ നമുക്ക് വരുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ആ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ചയാണ്. അമേരിക്കയ്ക്ക് അത് വലിയ നാണക്കേടുമായിട്ടുണ്ട്. F-16 വിമാനം ഈ ബോംബിങ്ങിനായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിനായിട്ട് ഈ പറഞ്ഞതുപോലെ പറന്നുയരുകയും ഇറാനകത്ത് പ്രവേശിക്കുകയും ചെയ്തപ്പോൾ ഇന്ധന ചോർച്ച ഉണ്ടായി. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല, അതിന് ഒരിക്കലും സാധ്യതയില്ല എന്ന് പറഞ്ഞ് എന്റെ വലിയ വലിപ്പത്തിൽ ലോകത്തെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ വിശ്വസിച്ച് ഇതുപോലെ വലിയ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഉപയോഗിക്കാൻ എന്നതും, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ പേരിൽ ഈ പറയുന്ന ഇസ്രായേൽ ഉപയോഗിക്കുന്നതായിട്ട് വളരെ കൂടുതൽ എണ്ണത്തിൽ ഇസ്രായേലിന്റെ കയ്യിലുള്ള ഒരു യുദ്ധവിമാനമാണത്. അതിനകത്ത് വെച്ചിട്ട് ഈ പറയുന്ന വിമാനത്തിന് ഇന്ധന ചോർച്ച ഉണ്ടായി. ഇന്ധന ചോർച്ച എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. ഇറാനകത്ത് പ്രവേശിച്ച യുദ്ധവിമാനത്തിന് ഇന്ധന ചോർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇറാനകത്ത് ഇറക്കാൻ മാർഗമുണ്ടോ? ഇറാനകത്ത് ഇറക്കിയാൽ അതിനകത്തുള്ള ഈ പറയുന്ന ഉദ്യോഗസ്ഥരെയും ആ വിമാനം ഉൾപ്പെടെ അവരുടെ കയ്യിലാവും. ഉടനെ ഇൻഫർമേഷൻ ഒരു ഇസ്രായേലിന്റെ കൺട്രോൾ റൂമിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്രത്തിലേക്ക് കൊടുക്കുകയും യുദ്ധവിമാനം വേറെങ്കിലും രാജ്യത്തിൽ ഇറക്കാൻ പറയുന്നു. അന്നേരവും ഇസ്രായേൽ പറഞ്ഞത് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇറക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ അവർക്ക് ഇറക്കാൻ മാർഗമില്ല, അല്ലെങ്കിൽ ഇറക്കിയില്ലെങ്കിൽ വിമാനം തകരുന്ന ഒരവസ്ഥ വന്നു. അത്തരത്തിൽ അവസ്ഥ വന്നപ്പോൾ ഈ ഇസ്രായേലെ പോലുള്ള രാജ്യമായത് ആ സമയത്ത് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത്, സാധാരണ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളുടെ കൂടെ ഇന്ധനം നിറയ്ക്കുന്ന ഇന്ധന ടാങ്ക് ഉൾപ്പെടെയുള്ള ടാങ്കർ വിമാനങ്ങൾ കാണും. ഈ സമയത്ത് അതിന്റെ കൂടെ ടാങ്കർ വിമാനവും ഇല്ലായിരുന്നു. അതിന്റെ രസം, ടാങ്കർ വിമാനത്തിന്റെ ആവശ്യമില്ല. കാരണം ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് ഒരുപക്ഷെ ഇസ്രായേൽ ചെല്ലത്തൊക്കോണമുള്ള ഇന്ധനവും, അല്ലെങ്കിൽ അത്രയ്ക്ക് റേഞ്ച് ഉള്ളതുമായിട്ടുള്ള ഒരു വിമാനമാണ്. ഉടനെ തന്നെ വളരെ കൃത്യമായിട്ട് വിമാനത്തിന് ഈ പറയുന്ന സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടാതെ വരികയും വിമാനം തിരിച്ചു പറക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസരത്തിൽ ഇന്ധനം നിറച്ചുള്ള വിമാനം വന്നിട്ട് ഈ വിമാനത്തെ സേഫ് ആക്കി തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, F-35 എന്ന് പറയുന്ന വിമാനം വളരെ കൂടുതലായിട്ട് ഇവിടെ വന്നതിനകത്ത് വളരെ വലിയ വ്യാഖ്യാനം വരുന്നു. ഇന്ത്യയും ഫ്രാൻസും പറയുന്നു അങ്ങനെയില്ല, ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയതാണെന്ന് പറയുന്നു. അതല്ല, ഇന്ത്യക്കകത്ത് വന്നപ്പോൾ ഇന്ത്യക്കകത്ത് പ്രതിരോധ സംവിധാനത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണെന്നുള്ള സംശയത്തോടു കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിനൊന്നും വ്യക്തത വരുന്നില്ല. ഏതായാലും ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും ആധുനികമായിട്ടുള്ള വിമാനം, ഏറ്റവും അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തെ ഏറ്റവും മുന്തിയ വിമാനം എന്ന് അമേരിക്ക പറയുന്ന വിമാനത്തിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്താൻ സാധിക്കുന്നില്ല. സാങ്കേതിക തകരാർ കണ്ടെത്താൻ സാധിക്കാത്തത് എന്താണ്? അതിന്റെ എഞ്ചിനീയർമാർ വന്നതൊക്കെ സാധിക്കുന്നില്ല. വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ വന്നതിന് ശേഷം ഇപ്പൊ അതിന്റെ സാങ്കേതിക തകരാർ മനസ്സിലാക്കി തിരിച്ചു കയറ്റി പോകണ്ടെന്ന് പറയാം. അപ്പൊ ഇത്രയും ദിവസം നിസ്സാരമായിട്ടല്ല വിമാനം ഇത് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നത്. ഒരുപക്ഷെ അതിന്റെ സാങ്കേതിക തകരാർ ആയിരിക്കത്തില്ല, നമ്മൾ ആ വിമാനത്തിനെ ജാം ചെയ്തത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഒരുപക്ഷെ ഈ പറയുന്ന
ഈ F-35 ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്തി പരിഹരിക്കാൻ പറ്റുന്ന ഉണ്ടായിട്ടില്ല. അത് ഏതായാലും അവിടെ കിട്ടും. അതുപോലെ തന്നെ ആണല്ലോ ഇപ്പൊ F-60 എന്ന് പറയുന്ന വിമാനം. ഈ പറയുന്ന കാര്യം ലോക മാധ്യമങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കൻ വിമാനങ്ങൾ പറയുന്നത് പോലെ വിശ്വസിച്ച് യുദ്ധത്തിന് ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരവസ്ഥ ഉള്ള രീതിയിലേക്ക് ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. F-35 കാര്യത്തിലും F-60 കാര്യത്തിലും ഒക്കെ. അപ്പൊ മുമ്പ് ആദ്യം ചോദിച്ചതുള്ള ഒരു ചോദ്യം വളരെ കൂടുതൽ F-35 വേണോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ F-16 ഈ പറയുന്ന വിമാനങ്ങൾ, ഈ പറയുന്ന യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ റഷ്യയുടെ കയ്യിൽ നിന്നാണെങ്കിൽ പോലും അതിനെക്കാട്ടിൽ മുന്തിയതാണെങ്കിൽ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ഭരണാധികാരികളുടെ കാര്യം അറിയാലോ, അതിനകത്ത് തയ്യാറാകാത്ത ഒരവസ്ഥ. പലവട്ടം മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളും ഒക്കെ സ്ക്രാപ്പാണ് അല്ലെങ്കിൽ കൊള്ളാത്ത ആയുധങ്ങളാണ് റഷ്യയുടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്ത് നമ്മൾ S-400 മേടിച്ചപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ കളിയാക്കി, അത് കൊള്ളില്ല, അതിനെക്കാട്ടി വലിയ താഡ് സംവിധാനവും മറ്റ് പ്രതിരോധ സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഈ പാട്ട പറക്കിക്കൊണ്ട് പോകുന്നത് ശരിയല്ലെന്ന് അന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അതിന് ബുക്ക് ചെയ്യുകയും നമ്മൾ മേടിക്കുകയും ചെയ്തു. നമ്മളത് എത്രത്തോളം വലിപ്പത്തിലുള്ളതാണെന്ന് ഇപ്പൊ യുദ്ധത്തോടുകൂടി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അമേരിക്കയുടെ യുദ്ധക്കോപ്പുകൾ, വിമാനങ്ങൾ, ഏറ്റവും ആധുനികമായിട്ടുള്ള വിമാനങ്ങൾ ഒക്കെ മേടിക്കാതെ ആ സാഹചര്യത്തിലൊക്കെ ഇതേ നിലവാരത്തിൽ ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ 5ാം തലമുറ വിലയും പഴയ വിമാനങ്ങളും ഒക്കെ മേടിക്കുന്നതിന് നമ്മൾ റഷ്യയും ഈ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളെയും ഒക്കെ പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണം ഇത്തരത്തിൽ കുഴപ്പങ്ങൾ വരാം. ഈ പറയുന്നത് പോലുള്ള സാങ്കേതിക വിദ്യ ഉള്ള ഒരു രാജ്യമോ അല്ലെങ്കിൽ ഇപ്പം അത് ഉണ്ടാവുന്ന രാജ്യമോ അല്ല അമേരിക്ക എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അതേ രീതിയിലേക്കാണ് കാണുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ പറയുമ്പോ ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ പല ചൈനയുടെ യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ പല യുദ്ധക്കോപ്പുകളും ഒക്കെ പ്രശ്നമാണെന്ന് കാണുമ്പോൾ ഈ തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ യുദ്ധക്കോപ്പുകൾക്ക് ലോകത്ത് വലിയ മാർക്കറ്റ് ആകുകയാണ്. അത് ഏറ്റവും ഈ പറയുന്ന മുന്തിയ രാജ്യങ്ങളായിട്ടുള്ള റഷ്യയും അമേരിക്കയും ഒക്കെ കാട്ടിൽ കൂടുതൽ വിശ്വാസ്യതയോടുകൂടി മേടിക്കാൻ ആൾക്കാർ നിൽക്കുകയാണ്. മറ്റ് യുദ്ധ ഉപകരണങ്ങൾ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വില കുറഞ്ഞ രീതിയിലേക്ക് അതിനെക്കാട്ടി ക്വാളിറ്റിയും അതുപോലെ ടാർഗറ്റഡ് യുദ്ധം കോപ്പുകളുമാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്നുള്ള രീതിയിലേക്ക് ചർച്ച വരികയാണ്. അപ്പൊ ഇതേ രീതിയിലേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. മാത്രവുമല്ല ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തിലേക്ക്, അത് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും അമേരിക്കയും ഒക്കെ ബുദ്ധിമുട്ടാക്കുന്നത്. ലോക നിലവാരത്തിലേക്ക് ഈ ഇന്ത്യയുടെ ആയുധ കച്ചവടം ഒരുപക്ഷെ 25,000 കോടിയിൽ നിന്ന് ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേന് 50,000 കോടിയിലേക്ക് എത്തിക്കത്തക്ക രീതിയിലേക്ക് റഷ്യ ഇന്ത്യയുടെ കൂടെ നിന്ന് സഹായിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ അതൊരു പരിധിവരെ ശരിയുമാണ്. എല്ലാ സാങ്കേതിക വിദ്യയും കൊടുത്ത് യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി, അതായത് സോഴ്സ് കോഡ് ഉൾപ്പെടെ Su-47 തരാമെന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സ് കോഡും ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുമുള്ള കാര്യങ്ങൾ ഒരുക്കിക്കോളൂ എന്നുള്ള രീതിയിലാണ് റഷ്യ ഇപ്പം ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് പോകുന്നത്. അതായത് യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് അവരുടെ സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധോപകരണങ്ങൾ റഷ്യയും ഇന്ത്യയോടെ നിർമ്മിക്കുകയും മാത്രവുമല്ല എല്ലാ യുദ്ധോപകരണങ്ങളും ഏറ്റവും അവസാനം അത് അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് ചെയ്യാം, ബോംബർ വിമാനം നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 160 ബോംബർ ഈ പറയുന്ന റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാനുള്ള റഷ്യ തയ്യാറാവുന്നതിനൊപ്പം തന്നെ നമ്മൾ നേരിട്ട് ഇപ്പൊ അമേരിക്കയ്ക്കും ഒരുപക്ഷെ റഷ്യയ്ക്കും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്ന ചൈനയ്ക്കും, അതിന് വ്യക്തതയില്ല, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബോംബർ വിമാനം ചൈന, അതിന്റെ കൂടെ ഇന്ത്യ ബോംബർ നേരിട്ട് നിർമ്മിക്കാൻ പോകുന്നു. അതായത് എല്ലാം ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന ഒരവസ്ഥ 100%. അതായത് 2030-32 ആകുമ്പോഴത്തേന് ഏതാണ്ട് 98-99% യുദ്ധോപകരണങ്ങൾ ഇന്ത്യ തന്നെ നിർമ്മിച്ച് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പം അതാണ് ലോകം ഇപ്പൊ ചർച്ച. എന്തുകൊണ്ട് അമേരിക്ക ഫസ്റ്റ് പ്രിഫറൻസ് മറ്റ് രാജ്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമാനങ്ങൾ മേടിക്കുന്ന അവസരം വന്നപ്പോൾ ഇന്ത്യ മാറി നിന്നു? അത് ഈ ഉപകരണങ്ങൾക്ക് സാങ്കേതിക തകരാർ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പ്രാപ്തമല്ലാത്ത ആയതുകൊണ്ടാണോ, അതോ ഇവർ ഈ പറയുന്നത് പോലെ അമേരിക്ക എല്ലാ യുദ്ധവിമാനങ്ങൾക്കകത്തും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന യുദ്ധക്കോപ്പുകൾക്കകത്തും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, ഒരു കില്ലർ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടാണോ? അത് നേരത്തെ ചർച്ചയായത്. പക്ഷെ ഇതൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ F-16 എന്ന് പറയുന്നതിനകത്ത് ഇന്ധന ചോർച്ചയാണ് പ്രധാനപ്പെട്ട ഒരു തകരാറ് തന്നെയാണ്. അപ്പം അതും ആ വിമാനം ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മുന്തിയ വിമാനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന്
മോശമായ വിമാനം എന്നുള്ള ചർച്ച മാധ്യമങ്ങൾക്കിടയിൽ വരുന്നു. അതായത് അമേരിക്കൻ വിമാനങ്ങൾ വിശ്വസിച്ച് മേടിക്കാൻ കൊള്ളാത്തൊരവസ്ഥ. അത് F-35 ആയാലും F-16 ആയാലും, ഇത് പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് പോകുന്നു. ഇത് മുന്നറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ അവരുമായിട്ടുള്ള കരാറിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധവിമാനം മേടിക്കുന്നതിൽ നിന്നും മാറി നിന്നത് എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. എന്തായാലും ഇന്ത്യ എല്ലാം കാലെ കൂട്ടി കണ്ടിരുന്നു. ഇന്ത്യ ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് വേണം കരുതാൻ. ലോകത്ത് അമേരിക്കയായാൽ പോലും എത്രത്തോളം വിശ്വസിക്കാമെന്ന് ഇന്ത്യ ഈ കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ വലിയ പാഠം പഠിച്ചു എന്ന് വേണം ഇതിലൊക്കെ നിന്ന് മനസ്സിലാക്കാൻ. അത്തരത്തിൽ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ, യുദ്ധവിമാനങ്ങൾ മുൻകൂട്ടി ഓർഡർ കൊടുക്കുന്നതിൽ പോലും ഇന്ത്യ ഒരു പടി നേരത്തെ ചിന്തിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.